അടുത്ത ചോദ്യം വീണ്ടും നീറ്റിൻ്റെയൊക്കെ ലെവലിൽ കീമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കണിക 10 മീറ്റർ ദൂരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ 5 സെക്കൻഡിനുള്ളിൽ നീങ്ങുന്നു. കണത്തിൻ്റെ ശരാശരി വേഗത. ഇപ്പോൾ ഇവിടെ അർദ്ധവൃത്തമാണ്, സെമി സർക്കിളാണ്, 5 സെക്കൻഡിനുള്ളിലാണ് നീങ്ങുന്നത്. ഇതിനകത്തുനിന്ന് മലയാളത്തിൽ ഈ കണ്ടൻറ്റ് മലയാളത്തിലാക്കിയിട്ട് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം, ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡായിരിക്കും HSA ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഴ്സിലുടനീളം എല്ലാ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇപ്പോൾ PSC ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഊഹിച്ച് ആൻസറൊക്കെ എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. കാരണം ഓപ്ഷൻസിനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാവുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ആദ്യം ചെയ്യാം. പവറിൻ്റെ യൂണിറ്റ് നിങ്ങൾ ആരും മറക്കുകയെന്നാണ് എൻ്റെ പ്രതീക്ഷ. പവറിൻ്റെ യൂണിറ്റ് ജെയിംസ് വാട്ട് ആഭ്യന്തരം കണ്ടെത്തിയ ജെയിംസ് വാട്ട്. അപ്പോൾ നോക്കിക്കേ, ഡി. ഹായ്, നമസ്കാരം. HSA ഫിസിക്കൽ സയൻസ് ഇങ്ങനെ പഠിക്കണം. എങ്ങനെ പഠിക്കണം അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് എൻട്രിയുടെ HSA ഫിസിക്കൽ സയൻസ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് സിലബസിലെ ക്ലാസ്സുകൾ മുഴുവൻ കൊടുക്കുന്നു. NCERT ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, നമ്മൾ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്തൊരു മെത്തേഡ് ചോദ്യപ്പെട്ടി ഡിസ്കഷനൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് കേരള PSCയുടെ എക്സാംസിൽ. അത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിലേക്ക് വരുമ്പോൾ പ്രത്യേകം. കാരണം ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പെഡഗോഗിയോ നമ്മുടെ സൈക്കോളജിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മാത്രമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ HSA ഫിസിക്കൽ സയൻസ് ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒരേപോലെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ HSA ഫിസിക്കൽ സയൻസിൻ്റെ ഫിസിക്സും കെമിസ്ട്രി ടോപ്പിക്കുകളിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ എല്ലാം ഉണ്ടാക്കണം, ഇങ്ങനെ പഠിക്കണം. എങ്ങനെ? വീണ്ടും പറയുന്നു, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കുകളെ അരിച്ചു പറക്കി അതിൽ നിന്ന് പരമാവധി ചോദ്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയെല്ലാമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കേരള PSC ചില മെത്തേഡ്സ് ഉണ്ട് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഡയറക്റ്റ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ഞാൻ ഓൾറെഡി HSAയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൽ ഡയറക്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. MCQയിൽ കറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോൺസ്റ്റൻ്റൊക്കെ വാല്യൂ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്, ചില പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ പുതിയ കാലത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. +1 +2 ടെക്സ്റ്റ് ബുക്ക് തൊട്ടിട്ട് ഡിഗ്രി ലെവലിലേക്ക് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇതിനകത്തുനിന്ന് മലയാളത്തിൽ ഈ കണ്ടൻറ്റ് മലയാളത്തിലാക്കിയിട്ട് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം, ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡായിരിക്കും HSA ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഴ്സിലുടനീളം എല്ലാ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇതേ ഈക്വൽ ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കുകളൊക്കെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ക്രിയേഷൻ അത് നമ്മളിവിടെ തുടങ്ങി വയ്ക്കുകയാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ ഈ ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ സിമ്പിളായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് LP UP ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റി HSA ഫിസിക്കൽ സയൻസിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഒരു നീറ്റ് കീം എക്സാമുകളുടെയൊക്കെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളുടെയൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ആദ്യഘട്ടത്തിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്ഥിരപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് വളഞ്ഞ രേഖയാണോ, പരാബോളയാണോ, എലിപ്സ് ആണോ, ഇവയൊന്നുമല്ല. അപ്പോൾ ഗ്രാഫുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഗ്രാഫുകളിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ 4 ഗ്രാഫ് വന്നിട്ട് അപ്പുറത്ത് അതിൻ്റെ ഓപ്ഷൻ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കാം, ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിൽ ഗ്രാഫുകളിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം. ഒരു ഗ്രാഫ് പറയുന്നു, അതിൽ സ്ഥിരപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫൊക്കെ എങ്ങനെയായിരിക്കും? സ്ഥിരപ്രവേഗം എന്ന് പറയുമ്പോൾ മനസ്സിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ്റെ പടം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഫിസിക്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. അങ്ങനെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ വളഞ്ഞ രേഖയല്ലെന്നും
പരാബോള അല്ലെന്നും എലിപ്സ് അല്ലെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒറ്റ ഓപ്ഷനുള്ളൂ, ഇവയൊന്നും അല്ല. പിന്നെ ഏതായിരുന്നു? ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ, ചെരിഞ്ഞ നേർരേഖയായിരുന്നു അതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. സ്ട്രൈറ്റ് ലൈൻ എന്നെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് ആൻസർ എഴുതായിരുന്നു. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷേ ഒറ്റ നോട്ടത്തിൽ തെറ്റിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഗ്രാഫുകൾ നന്നായിട്ട് പഠിക്കണം. അടുത്ത് പ്രൊജക്ടൈൽ ചലനത്തിൽ ത്വരണം അനുഭവപ്പെടുന്നത്. ഇതാ വീണ്ടും നമ്മൾ NCERT, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതെ ഓരോ ഭാഗത്തുനിന്നും MCQ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊജക്ടൈൽ ചലനത്തിൽ ത്വരണം അനുഭവപ്പെടുന്നത്. നമുക്കറിയാം പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഒരു സാധനം എറിഞ്ഞു കഴിയുമ്പോൾ അതിന് പരാബോളിക് ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ പാത്ത് പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഓരോ പോയിന്റിലും അതിൻ്റെ തിരശ്ചീനമായിട്ടും ലംബമായിട്ടുള്ള വെലോസിറ്റിയുടെ കാര്യം. അതിൽ തിരശ്ചീന വെലോസിറ്റി എന്ന് പറയുന്നതിന് മാറ്റം ഉണ്ടാവുന്നില്ലെന്നും ലംബമായിട്ടുള്ള വെലോസിറ്റി കുറഞ്ഞു വന്ന് മാക്സിമം ഏറ്റവും ഹൈറ്റിലെത്തുമ്പോൾ അത് 0 ആവുമെന്നും പിന്നീട് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നത് ഏത് ഡയറക്ഷനിലാണ്? ആ ഡയറക്ഷനിലായിരിക്കും ത്വരണം അനുഭവപ്പെടുന്നത്. തിരശ്ചീന തലത്തിലുള്ള ഘടകത്തിനാണോ ലംബമായിട്ടുള്ള ദിശയിലുള്ള ഘടകത്തിനാണോ എയ്ക്കും ബിക്കും ആണോ രണ്ടിലും ത്വരണം അനുഭവപ്പെടുന്നില്ല? ഏതായിരിക്കും? ഞാൻ വീണ്ടും പറയുന്നു, തിരശ്ചീനമായിട്ടുള്ളതിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. യു കോസ് തീറ്റ, യു സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കാറുണ്ട്. അതിൽ യു കോസ് തീറ്റയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതാണ്. ആ ആശയം മുഴുവൻ പഠിച്ചിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് ലംബമായിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും അക്സലറേഷൻ ഉണ്ടാകുന്നത്. ലംബമായ ദിശയിലെ ഘടകത്തിന് അക്സലറേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നു, 0 വരുന്നു, പിന്നെ ഡയറക്ഷൻ മാറുന്നു, അവിടെ എല്ലാം അക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തിരശ്ചീനമായിട്ടുള്ള ആ ഘടകത്തിന് ഒരു തരത്തിലുള്ള വെലോസിറ്റിയുടെ ചേഞ്ച് ഉണ്ടാകുന്നില്ല, അക്സലറേഷൻ ഉണ്ടാകുന്നില്ല, 0 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. ഈ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിനിലുള്ള മോഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ടോപ്പിക്കാണ്. +1 ടെക്സ്റ്റ് ബുക്കുകളിലെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡിഗ്രിയിലേക്ക് കയറി പഠിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കുറേ ആശയങ്ങളുണ്ടായിരുന്നു. ഡയറക്റ്റ് ചോദിക്കാം, പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാം. ഇനി ഇപ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ പ്രോബ്ലംസ്, വലിയ കട്ടിയുള്ള പ്രോബ്ലം ഒന്നുമല്ല, സിമ്പിൾ പ്രോബ്ലംസ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2016 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം വളരെ സിമ്പിളായിട്ടുള്ള. ഒരാൾ 30 കിലോമീറ്റർ കിഴക്കോട്ട് നടക്കുന്നു, ശേഷം 20 കിലോമീറ്റർ വടക്കോട്ട് നടക്കുന്നു, പിന്നീട് 80 കിലോമീറ്റർ പടിഞ്ഞാറും 50 കിലോമീറ്റർ കിഴക്കോട്ടും നടക്കുന്നു. ആളുടെ സ്ഥാനാന്തരം എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരാൾ ആദ്യം നിങ്ങൾക്ക് ഡയറക്ഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നിരിക്കും ഇങ്ങനെയാണ് അല്ലേ, NEWS. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് 30 കിലോമീറ്റർ കിഴക്കോട്ട് അയാളും പോയി, 30 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. ശരി. അതിനുശേഷം ആൾ എന്ത് ചെയ്യുന്നു? 20 കിലോമീറ്റർ വടക്കോട്ട് പോകുന്നു. വടക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 20 കിലോമീറ്റർ വടക്കോട്ടേക്ക് ആൾ പോകുന്നുണ്ട്. പിന്നീട് 80 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് അയാൾ 80 കിലോമീറ്റർ പോകുന്നുണ്ട്, 80 കിലോമീറ്റർ പോകുന്നുണ്ട് ടോട്ടൽ. ഓക്കെ. ദെൻ 50 കിലോമീറ്റർ വീണ്ടും തിരിച്ച് കിഴക്കോട്ട് വരുന്നു. ഇങ്ങോട്ടൊരു 50 കിലോമീറ്റർ കൂടി തിരിച്ചു. ഇത് 50 കിലോമീറ്റർ, ഇത് 30 കിലോമീറ്റർ, അങ്ങനെ ടോട്ടൽ 80 കിലോമീറ്റർ. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇത് എൻഡ് പോയിൻറ്റും. സ്ഥാനാന്തരത്തിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡ് പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ഥാനാന്തരമായിട്ട് എടുക്കുക. അത് എത്ര തന്നെയാണ്? ഇത് 20 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 20 കിലോമീറ്റർ ആയിരിക്കും. യൂണിറ്റ് വരും കേട്ടോ, 20 കിലോമീറ്റർ ആയിരിക്കും അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്, പക്ഷേ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. വീണ്ടും അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ സ്ഥാനാന്തരം തന്നെയാണ്. ഞാൻ ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഒറ്റ ടോപ്പിക്കിനകത്തെ പരമാവധി ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതിലൊരു സെറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു, പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരു പ്രോബ്ലമാണ് ഇത്. നമ്മുടെ നീറ്റിനും കീമിനും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലങ്ങളായിട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു അത്ലറ്റ് 6 ആരമുള്ള വൃത്തപാത 40 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. 2 മിനിറ്റ് 20 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള അയാളുടെ സ്ഥാനാന്തരത്തിലാണ്. അപ്പോൾ ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരാൾ എന്ത് ചെയ്യാണ്? 6 ആരമുള്ള ഒരു സർക്കുലാർ പാത്തിലൂടെ ആളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയാൾ 2 മിനിറ്റ് 20 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്, 2 മിനിറ്റ് ആകുമ്പോൾ അത് 120 സെക്കൻഡാണ്. പിന്നെ ഒരു 20 സെക്കൻഡ് കൂടി കടന്നു കഴിയുമ്പോൾ അയാൾ 60, 120, 140 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയാളുടെ സ്ഥാനാന്തരം എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 40 സെക്കൻഡ് കൊണ്ടാണ് ഒരു തവണ മറികടക്കുന്നത്. ഇപ്പോൾ ആൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു, തിരിച്ച് അവിടെ തന്നെ എത്തുന്ന സമയത്ത് 40 സെക്കൻഡായി.
വീണ്ടും ഒന്ന് കറങ്ങി അവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു 40 സെക്കൻഡായി, വീണ്ടും ഒന്ന് കറങ്ങി അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരു 40 സെക്കൻഡായി അല്ലേ. വീണ്ടും നോക്കിക്കേ 120 സെക്കൻഡായി 3 പ്രാവശ്യം കറങ്ങി കഴിയുമ്പോൾ. വീണ്ടും ഒരു ഫുൾ റൗണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് 160 സെക്കൻഡ് ആവേണ്ടതായിരുന്നു ഫുള്ള് കറങ്ങണമെങ്കിൽ. പക്ഷേ ഇത്തവണ അയാൾ 160ലേക്ക് എത്തിയിട്ടില്ല ഇവിടെ, പകരം 140 ആയിട്ടുള്ളൂ. അതായത് 120ൽ നിന്ന് ഒരു +20 എന്ന് പറയുമ്പോൾ നേർ പകുതിക്ക് വരും. കണ്ടോ, നേർ പകുതിക്ക് വരും. ഒരു 20 കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുള്ളൂ. നേരെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കറക്റ്റ് പകുതിക്ക് വരും. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത്, എൻ പോയിന്റ് ഇവിടെ. ഇതിൽ നിന്ന് ഡയറക്റ്റ് നീളത്തിലങ്ങ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഡയമീറ്റർ 2r ആണ് ഇവിടുത്തെ സ്ഥാനാന്തരമായിട്ട് കിട്ടുക. 2r ആണ് ഡയമീറ്ററാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷേ പഠിക്കാത്തൊരാൾക്ക് ഇതിനെക്കുറിച്ച് തൊടാൻ പോലും പറ്റില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ മനസ്സിലാക്കാൻ എന്നുള്ളത്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കീമിൻ്റെ നീറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്തരത്തിലുള്ള കണ്ടന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ 2 ടൈപ്പ് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടു, ദെൻ സിമ്പിൾ പ്രോബ്ലംസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി ഉറപ്പായിട്ടും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇപ്പോൾ PSC ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഊഹിച്ച് ആൻസറൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. കാരണം ഓപ്ഷൻസിനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാവുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം, ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു 2 ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നോക്കാം, തെറ്റായതും ശരിയായതും ശ്രദ്ധിച്ചോണം കേട്ടോ. തെറ്റായ പ്രസ്താവന ഇവിടെ ചോദിച്ചിരിക്കുന്നത്, തൽക്ഷണ വേഗം അല്ലെങ്കിൽ വേഗം എന്നത് പ്രവേഗത്തിൻ്റെ പരിമാണമാണ്. അപ്പോൾ മലയാളത്തിലുള്ള വാക്കുകളാണ് പലപ്പോഴും നിങ്ങളെ കുഴപ്പിക്കാറുള്ളത്. മലയാളത്തിലുള്ള ഈ വാക്കുകൾ വായിച്ച് മനസ്സിലാക്കുക, ഇംഗ്ലീഷ് പഠിച്ചിട്ട് വന്ന ആൾക്കാർ, അതാണ് ഇവിടുത്തെ ടാസ്ക്. അത് തുടക്കം തൊട്ടേക്ക് പ്രിപ്പയർ ചെയ്ത് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. തൽക്ഷണ വേഗം അല്ലെങ്കിൽ വേഗം എന്നത് പ്രവേഗത്തിൻ്റെ പരിമാണമാണ്. ഒരു ക്ഷണസമയത്തിലുള്ള ത്വരണം എന്നത് ആ ക്ഷണത്തിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ തൊടുവരയുടെ ചെരിവാണ്. വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് ത്വരണം ഉണ്ടാകുന്നത്. ത്വരണത്തിൻ്റെ വില പ്രവേഗത്തിൻ്റെ പോലെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരെണ്ണം തെറ്റാണ്. അതേതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എങ്കിലും വായിച്ച് ശരിക്കും മീനിങ് മനസ്സിലാക്കി. പ്രവേഗത്തിൻ്റെ പരിമാണം എന്ന് പറഞ്ഞാൽ എന്താ, പ്രവേഗം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് സ്പീഡ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ക്ഷണസമയത്തിലുള്ള ആക്സലറേഷൻ ത്വരണം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതാണ് ഈ തൊടുവരയുടെ ചെരിവ് എന്നൊക്കെ പറയുന്നത് സ്ലോപ്പാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ആക്സലറേഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ആശയങ്ങളൊക്കെയാണ് അവിടെ കയറി വരുന്നത്. വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണോ ത്വരണം ഉണ്ടാകുന്നത്? ത്വരണത്തിൻ്റെ വില പ്രവേഗത്തിലെ പോലെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ 0 ആകാം അല്ലേ. ത്വരണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിനും 0 വരാം, നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ വാല്യൂ വരാം. പക്ഷേ 3ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണോ ത്വരണം ഉണ്ടാകുന്നത്? അല്ല. സ്പീഡ് മാറുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സ്പീഡ് മാറുന്നതിനൊപ്പം അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുമ്പോഴും ആക്സലറേഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഒരു യൂണിഫോം സർക്കുലാർ മോഷനിലാന്ന് പറയുമ്പോൾ അയാളുടെ സ്പീഡ് കോൺസ്റ്റൻറ്റാണ്, ബട്ട് സ്റ്റിൽ അയാളുടെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അവിടെ ആക്സലറേഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് വിളിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറില്ല. സോ ഡയറക്ഷൻ മാറുന്നത് കൊണ്ടും സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടും 2 കാരണം കൊണ്ടും ആക്സലറേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇത് ഇവിടെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരിക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അങ്ങോട്ട് HSAക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട്, ലാസ്റ്റ് നടന്ന നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ വരിക. അവിടെ 80 മാർക്കിൽ 80% മാർക്കും NCERTയുടെ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. +1 +2ൻ്റെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന ചോദ്യം വന്നത് 80%. ആ 80% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ബാക്കി 20% ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ടോപ്പിക്കായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളുടെ പ്രിപ്പറേഷൻ വേണ്ടത്. കാരണം NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതിൻ്റെ ജസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ടൈപ്പ് തെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ത്വരണം 0 ആണ്. വസ്തുവിൽ സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ത്വരണം ഉണ്ടാവുകയുള്ളൂ. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ന്യൂട്ടനാണ്. ബലത്തിന് നിർവചനം നൽകുന്നത് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമമാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ബിയും ഡിയും, എയും ഡിയും, ബി സി ആൻഡ് ഡി ബി ഒള്ളി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇതിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുതാത്ത സാധനം എന്ന് പറയുന്നത് വസ്തുവിൽ സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ത്വരണം ഉണ്ടാവുകൂ എന്നുള്ളൂ. ഇത് കറക്റ്റാണ്. കാരണം നമുക്കറിയാം
F=ma എന്ന് പറയുന്ന ഒരു ബേസിക് ഇക്വേഷൻ സ്കൂൾ ലെവൽ തൊട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ് അല്ലേ? അവിടെ തന്നെ അത് ഓർത്തിരിക്കാമല്ലോ. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് F, A അക്സലറേഷൻ. F0 ആയാൽ A0 ആയിരിക്കും, A0 ആയാൽ F0 ആയിരിക്കും. ഒരു വസ്തുവിനെ അക്സലറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുക്കണം, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അത് കറക്റ്റാണ്. വസ്തുവിൻ്റെ സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ത്വരണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ശരിയാണ്. അപ്പം തന്നെ ആ ഒന്നാമത്തെ തെറ്റാന്ന് മനസ്സിലാക്കാമല്ലോ. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ത്വരണം 0ആണ്. അത് നേരെ കോൺട്രഡിക്ഷൻ അല്ല. അതായത് ആകെ ബാഹ്യബലം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 0 അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ത്വരണം ഉണ്ടായിരിക്കും, ത്വരണം 0 ആവില്ല. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ അല്ല, അത് തെറ്റാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ള പ്രശ്നം, ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ചാൽ ന്യൂട്ടൺ ആണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ഈ മേഖലയിൽ എല്ലാം പറഞ്ഞിട്ടുള്ളതുകൊണ്ടും F=ma ഒക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതുകൊണ്ടും ആയിരിക്കാം എന്നൊക്കെ വിചാരിക്കും. അല്ല, ഗലീലിയോ ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുവാണെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് വിശദീകരിച്ച് വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിനകത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് അരിച്ചു ഇറക്കി പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇത് ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ന്യൂട്ടൺ അല്ല, അത് ഗലീലിയോ ആണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ബലത്തിന് നിർവചനം നൽകുന്ന ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമമാണ്. ഞാൻ എത്ര പ്രാവശ്യം പഠിപ്പിച്ചാലും ആളുകൾ സമ്മതിക്കാതെ ഡൗട്ട് വീണ്ടും ചോദിക്കുന്ന ഒരു സാധനമാണ്. ഇത് 2-ാം ചലന നിയമമല്ലേ? F=ma പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ലോയിലല്ലേ? പിന്നെ എങ്ങനെയാണ് ഫോഴ്സിന് ഡെഫിനിഷൻ ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമമാണെന്ന് പറയാൻ പറ്റുക? വ്യക്തമായിട്ട് NCERT ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബലത്തെ നിർവചിക്കുന്നത് 1-ാം ചലന നിയമം. കാരണം എന്താണ് ബലം? അക്സലറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലാക്കണമെങ്കിൽ, ചലനത്തിലുള്ളതിനെ നിശ്ചലാവസ്ഥയിലാക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പുറത്തുനിന്ന് കൊടുക്കുന്ന സാധനം, അതാണ് ബലം എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനർഷ്യം, ജഡത്വവും ബലവും ഡിഫൈൻ ചെയ്യുന്ന ലോ ഫസ്റ്റ് ലോ ആണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് മാഗ്നിറ്റ്യൂഡ് പറയാനാണ് F=ma സെക്കൻഡ് ലോ പറയുന്നത്. ഈ ബലം എങ്ങനെയാണ് ആക്ഷൻ റിയാക്ഷൻ പെയറായിട്ടാണ് സംഭവിക്കുന്നത് പറയുന്നതാണ് തേർഡ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബലത്തിൻ്റെ നിർവചനം നൽകുന്ന ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം. അപ്പം എയും ഡിയും ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. കണ്ടോ? അപ്പോൾ ആശയത്തെ ആഴത്തിൽ പഠിച്ച ഒരാൾക്കല്ലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഡെപ്തിൽ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് അരിച്ചു ഇറക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അത് നമ്മൾ കണ്ടിന്യൂസ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് എൻട്രിയിൽ. ദെൻ 3-ാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഈ 3-ാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവനകൾ വന്നിരിക്കുന്നു. അതിൽ ശരിയായെന്നാണ് ചോദ്യം. ഇവിടെ നോക്കൂ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയത്ത് സംഭവിക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ചേർന്ന് കൂട്ടുന്ന ബലം 0 ആകുന്നു. 1 and 3, 2 only, 3 only, 1 and 2. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയത്ത് സംഭവിക്കുന്നു. ഇൻസ്റ്റൻറ്റീനിയസ് ആയിട്ട് ഒരേ സമയത്ത് അങ്ങോട്ട് ഇടിക്കുമ്പോൾ ഇങ്ങോട്ടും കിട്ടുന്നുണ്ടോ? അറ്റ് എ സെയിം ടൈം സംഭവിക്കുന്നു. കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ശരിയായ പ്രസ്താവന കേട്ടോ ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിൽ പ്രവർത്തിക്കുന്നു. ആക്ഷൻ റിയാക്ഷൻ പെയറുകളാണ് ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത വസ്തുക്കളിൽ പ്രയോഗിക്കപ്പെടുന്നു. ഞാനൊരു വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് പോകും, വള്ളം എനിക്ക് ഫോഴ്സ് തന്നു. വള്ളം പുറകോട്ട് പോകും, ഞാൻ വള്ളത്തിൽ ഫോഴ്സ് കൊടുത്തു. രണ്ടിലായി സംഭവിച്ചത്. ഞാനൊരു ഭിത്തിക്ക് ഇട്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു, ഭിത്തി എൻ്റെ കൈക്ക് തിരിച്ച് ഫോഴ്സ് തരുന്നു. രണ്ട് വസ്തുക്കളിൽ അനുഭവപ്പെട്ടെ. ആക്ഷൻ റിയാക്ഷൻ ഒരേ സമയത്ത് വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് ശരിയാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിൽ പ്രവർത്തിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ചേർന്ന് കൂട്ടുന്ന ബലം 0 ആവുന്നു. കിടക്കണം. ആക്ഷൻ റിയാക്ഷൻ ഒരേപോലെ ഒരേ സമയത്ത് അനുഭവപ്പെടുന്നു അല്ലേ? തുല്യവും വിപരീതവും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഓൾവേസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏറ്റവും സിമ്പിളായിട്ട് പിള്ളേർ പഠിച്ചു വയ്ക്കുന്ന ഒരു ടോപ്പിക്കാണ്. പഠിപ്പിക്കുമ്പോൾ ഏറ്റവും എളുപ്പം മാർക്ക് സ്കോർ ചെയ്യും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പഠിച്ചാൽ പോരെ. പക്ഷേ ഏറ്റവും കൺഫ്യൂസ് ചെയ്യിച്ച ഒരു ലോ ഇത് തന്നെയായിരുന്നു. കാരണം ആക്ഷൻ റിയാക്ഷൻ പെയർ എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകുമെന്നാണ് ചോദിച്ചേ അല്ലേ? ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. കാരണം എന്താ? ഇത് രണ്ടും വ്യത്യസ്ത വസ്തുക്കളിലാണ് സംഭവിക്കുന്നത്. ഒരേ സമയത്ത് രണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്ത് പോകില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. അപ്പോൾ പിന്നെ ഏതേ ഉള്ളൂ? 1ഉം 2ഉം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരേണ്ടത്. അത് ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇത് തന്നെയാണ്, മറക്കണ്ട. അടുത്ത സാധനം, ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം. വസ്തുക്കളുടെ ചലനം തുടർന്നു കൊണ്ടുപോകുന്നതിന് ഒരു ബാഹ്യബലം ആവശ്യമാണെന്ന് പ്രസ്താവിച്ചത് പ്രതിഫലന ടെലസ്കോപ്പ്, പവറിൻ്റെ യൂണിറ്റ്. ന്യൂട്ടൺ, ഗലീലിയോ, ജെയിംസ് വാട്ട്, അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമുക്ക് ചേരുംപടി ചേർക്കുക എന്നുള്ള സംഭവമാണ്. ചേരുംപടി ചേർക്കുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ UPSCയുടെ എക്സാമിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മാക്സിമം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തോരം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ അല്ലേ? അതുകൊണ്ടല്ലേ സൈക്കോളജിയിൽ നിന്ന് ഇതേ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അതിന് മുമ്പ് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. അതുപോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കിയേ.
ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ 4 പേരിൽ ഒരാൾ എഴുതിയ പുസ്തകമാണ്. വസ്തുക്കളുടെ ചലനം തുറന്നുകൊണ്ട് പോകുന്നതിന് ഒരു ബാഹ്യബലം ആവശ്യമാണെന്ന് പ്രസ്താവിച്ചത് പ്രതിഫലന ടെലസ്കോപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്ന് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, എന്നിട്ട് ഞാൻ പറയാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്യാൻസലേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ആദ്യം ചെയ്യുക. പവറിൻ്റെ യൂണിറ്റ് നിങ്ങൾ ആരും മറക്കുകയെന്നാണ് എൻ്റെ പ്രതീക്ഷ. പവറിൻ്റെ യൂണിറ്റ് ജെയിംസ് വാട്ട. ആഭ്യന്തരം കണ്ടെത്തിയ ജെയിംസ് വാട്ട്. അപ്പോൾ നോക്കിക്കേ D3 വന്നിരിക്കുന്ന ഓപ്ഷൻ മാത്രം എടുത്താൽ മതി. ഇവിടെ ഇത് രണ്ടും അങ്ങ് അപ്പം തന്നെ പോകും. ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും ക്യാൻസൽ ആവും. ബി ആണോ സി ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം രണ്ടിലും D3 വന്നിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അടുത്ത സാധനം പ്രതിഫലന ടെലസ്കോപ്പ് ആരാണെന്ന് അറിയാമെന്ന് നോക്കുക. ഏതെങ്കിലും ഒരെണ്ണോട് കണ്ടുപിടിക്കാമെന്ന് നോക്കുക. പ്രതിഫലന ടെലസ്കോപ്പ് ന്യൂട്ടൺ ആണോ ഗലീലി ആണോ എന്നൊരു പ്രശ്നം വരും. കാരണം ഗലീലിയോൺ ടെലസ്കോപ്പ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അല്ലേ. ഗലീലിയോ കൊണ്ട് അടിച്ചു വെക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. പോട്ടെ. വസ്തുക്കളുടെ ചലനം തുടർന്നുകൊണ്ട് പോകുന്നതിന് ഒരു ബാഹ്യബലം ആവശ്യമാണ് എന്ന് പ്രസ്താവിച്ചത്. പെട്ടെന്ന് നോക്കുമ്പോൾ വസ്തുക്കളുടെ ചലനം ബാഹ്യബലം ആവശ്യമാണ്. ഗലീലിയോ, ഇനേർഷ്യ ഇതൊക്കെ തലയിലോട്ട് വരും. അതിനു മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ മുഴുവൻ ഉണ്ടാക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കുകൾ അരിച്ചു പറക്കി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അവിടെ ഒരു ബാഹ്യബലം വേണം ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിൽ ഫാലസി, അരിസ്റ്റോട്ടലിൻ്റെ മിഥ്യാധാരണ എന്ന് പറയുന്ന ഒരു ആശയം പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അരിസ്റ്റോട്ടിലാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ബിയുടെ ആൻസർ അരിസ്റ്റോട്ടിലാണ്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ഒരാൾക്ക് അത് എഴുതാൻ പറ്റും. ബിയുടെ ആൻസർ അരിസ്റ്റോട്ടിൽ. ഇത് ഇവിടെ കിടപ്പുണ്ടത്, ഇവിടെ ഇല്ല. അപ്പോൾ തന്നെ ആൻസർ കിട്ടി. അപ്പോൾ നോക്കിയേ, പ്രതിഫലന ടെലസ്കോപ്പ് ആരാണ്? ന്യൂട്ടനാണ്. പ്രതിഫലന ടെലസ്കോപ്പ് കണ്ടെത്തിയത് ന്യൂട്ടനാണ്. ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം എന്ന് പറയുന്ന ഗലീലിയോയുടെ പുസ്തകമാണ്. ഈ രീതിയിൽ വേണം. ഇപ്പോൾ ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളായിരിക്കും. പക്ഷേ ബാക്കിയുള്ളതിൻ്റെ അറിയാമെങ്കിൽ ഇതിലേക്ക് എത്താൻ പറ്റും. ഒരു കുഴപ്പമില്ല. ചേരുമ്പടി ഇറക്കലൊക്കെ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ വേണം HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അഭികേന്ദ്ര ത്വരണം, ചില ഇക്വേഷൻസ് അടുത്ത ഫിസിക്കൽ സയൻസിലാത്ത ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഇതിനു മുമ്പ് HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അഭികേന്ദ്ര ത്വരണം v²/r v/r ω²/r ω/r. അഭികേന്ദ്ര ത്വരണം അഥവാ സെൻട്രിപെറ്റൽ അക്സലറേഷനെ കുറിച്ച് 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പക്ഷേ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് v²/r ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. mv²/r സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ദെൻ ഡയറക്റ്റ് വാല്യൂസ് ചോദിക്കും. വാല്യൂ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ ചോദിക്കാം. അങ്ങനെ പല മാസിൻ്റെ വാല്യൂ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു കലോറി എന്നാൽ എത്ര ജൂൾ ആണെന്നുള്ളതാണ് ഈ ചോദ്യം. 4.186, 3.816, 4.816, 4.618. അതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? അവിടെ നമുക്ക് ഓപ്ഷൻ എ ആണ്. 4.186 ജൂളാണ് ഒരു കലോറി എന്നാൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പവർ ഒരു അദിശം, സദിശം, ഇവ ഒന്നുമല്ല. പവർ എന്ന് പറയുന്നത് അദിശ അളവാണ്. വർക്ക് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ഇതെല്ലാം അദിശ അളവുകളാണ്. ഡൈനാമിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ട്വിസ്റ്റ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്തേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ക ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ്സ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നക്ഷത്രാന്തര സ്ഥലത്തിലൂടെ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ശൂന്യാകാശ പേടകത്തിൻ്റെ പ്രവേഗം 300 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അവയിൽ ബാഹ്യബലം 0 ആയാൽ ശൂന്യതയിലൂടെ ഒഴുകി നടക്കും, സമപ്രവേഗത്തിൽ സഞ്ചരിക്കും, തെറിച്ചു പോകും, നിശ്ചലമാകും. നല്ല ചോദ്യം. 300 മീറ്റർ/സെക്കൻഡിൽ സമപ്രവേഗത്തിലാണ് പോകുന്നത്. നക്ഷത്രാന്തര സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ, അവിടെ വേറെ ഒന്നിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വരുന്നില്ല എന്ന് അസ്യൂം ചെയ്യാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒന്നുമില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല. അവയിൽ ബാഹ്യബലം 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാഹ്യബലം 0 ആണെങ്കിൽ അവിടെ ത്വരണമില്ലെങ്കിൽ എന്ത് ചെയ്യും? ത്വരണമില്ലെങ്കിൽ ശൂന്യതയിലൂടെ ഒഴുകി നടക്കുകയാണ്. അല്ല, സമപ്രവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ന്യൂട്ടൻ്റെ ലോ ആണ്, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ് ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എക്സാമ്പിളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ അതേപോലെ എടുത്ത് യോജിക്കുന്നതാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷനെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്ത ചോദ്യം നോക്കൂ. വീണ്ടും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുണ്ടാക്കുന്ന പ്രോബ്ലം. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന സിമ്പിൾ പ്രോബ്ലംസ്. കഴിഞ്ഞ തവണത്തെ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒരേ ആൻസർ ഉണ്ടായിരുന്നു. ഞാൻ പറയാം അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒരു സൈക്കിളിസ്റ്റ് 10 മീറ്റർ ദൂരം നിരക്കി നീക്കി തൻ്റെ സൈക്കിൾ നിർത്തുന്നു. ഈ പ്രവൃത്തിയിൽ ചലനത്തിനെതിരായി റോഡ് 200 ന്യൂട്ടൺ ബലം സൈക്കിളിൽ പ്രയോഗിക്കുന്നു. സൈക്കിൾ റോഡിൽ ചെയ്ത പ്രവൃത്തി എത്രയാണ്? വളരെ വിശദമായിട്ട് വായിച്ച് നോക്കണേ. പെട്ടെന്ന് ആൻസർ കിട്ടും.
200 ജൂള് അല്ലല്ലല്ല -200, കാരണം ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് -200 അല്ല 2000 ജൂള്. ഓപ്ഷൻ ബി ഒക്കെ അങ്ങോട്ട് ചിലപ്പോൾ കറുപ്പിച്ച് വയ്ക്കും. പക്ഷേ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ സൈക്കിൾ റോഡിൽ ചെയ്ത പ്രവൃത്തിയാണ്. സൈക്കിൾ റോഡിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കും? ഇല്ല. സൈക്കിളിന് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ തിരിച്ച് റോഡ് സൈക്കിൾ ചെയ്തെന്ന് ചോദിച്ചിരുന്ന -2000 ജൂൾ വന്നേനെ. ഇവിടെ സൈക്കിൾ റോഡിൽ ചെയ്ത പ്രവൃത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് 0 ആണ്. 0 ആൻസർ വന്ന എത്രയോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അറിയോ? സിമ്പിൾ പ്രോബ്ലംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളും ചെയ്യണം. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ പഴയതുപോലെ അല്ല, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നീറ്റ്, കീം പോലുള്ള എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ്, അത് ഭയങ്കര ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യം നല്ല പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു പോകേണ്ടതായിട്ട് വരും. അങ്ങനെ നീറ്റിൻ്റെയും കീമിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഇനി വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിൽ വേണം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട്. നിങ്ങളും ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ആപ്പിനകത്ത് ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. സോ ഇത് ഏറ്റവും നല്ല മെത്തേഡായിട്ട് ഇങ്ങനെ വേണം പഠിക്കാൻ എന്ന് ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഒരു വസ്തു 6 മീറ്റർ വടക്കോട്ട് നീങ്ങുന്നു, 8 മീറ്റർ കിഴക്കോട്ടും 10 മീറ്റർ ലംബമായും മുകളിലേക്ക്. പ്രാരംഭ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ സ്ഥാനാന്തരം എത്രയാണ്? ഇതൊന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ പോലെ അല്ലല്ലോ. ഇവിടെ നമ്മൾ വെക്ടർ കൺസെപ്റ്റ് കൊണ്ടുവരണം. വടക്കോട്ട് നീങ്ങുന്നു, വടക്കോട്ട്, ദെൻ 6 മീറ്റർ വടക്കോട്ട്, 8 മീറ്റർ കിഴക്കോട്ട്, ദെൻ 10 മീറ്റർ ലംബമായി മുകളിലേക്ക്. എക്സ്, വൈ, ഇസഡ്. അപ്പോൾ 6 മീറ്റർ വടക്കോട്ട്, 8 മീറ്റർ കിഴക്കോട്ട്, 10 മീറ്റർ ലംബമായി മുകളിലേക്ക്. 3 ആക്സിസുകളെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നല്ലൊരു ചോദ്യമായിരുന്നു. അവിടെ നമുക്ക് 8i + 6j + 10k എന്നുള്ള ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് അവിടുത്തെ പൊസിഷൻ്റെ വെക്ടർ എന്ന് പറയുന്നത്, പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനാന്തരമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. √8² + 6² + 10² ഒക്കെ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് 10√2 എന്നുള്ളത് ഇവിടെ ആൻസറായിട്ട് കിട്ടും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ കിട്ടുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വീണ്ടും നീറ്റിൻ്റെയൊക്കെ ലെവലിൽ, കീമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഒരു കണിക 10 മീറ്റർ ദൂരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ 5 സെക്കൻഡിനുള്ളിൽ നീങ്ങുന്നു. കണത്തിൻ്റെ ശരാശരി വേഗത. ഇപ്പോൾ ഇവിടെ അർദ്ധവൃത്തമാണ്, സെമി സർക്കിളാണ്, 5 സെക്കൻഡിനുള്ളിലാണ് നീങ്ങുന്നത്. അതിൻ്റെ ശരാശരി വേഗതയാണ് കാണേണ്ടത്. കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. 10 മീറ്റർ ദൂരമുള്ള ഒരു അർദ്ധവൃത്തത്തിലാണെങ്കിൽ ശരാശരി വേഗതയല്ല, ആക്ച്വലി ശരാശരി പ്രവേഗമായിരിക്കും കേട്ടോ ചോദിക്കുക. അവിടെ ചോദിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ ടു എൻഡിങ്ങിൽ സെമി സർക്കിളാണ് അല്ലേ. കംപ്ലീറ്റ് സർക്കിൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്കറിയാം, ജസ്റ്റ് മനസ്സിലാക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്കുള്ളത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അത് ഡയമീറ്ററാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ അവിടുത്തെ ആരമെന്ന് പറയുന്നത് 10 മീറ്റർ, ഒരു കണക്കിൽ 10 മീറ്റർ ദൂരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ 5 സെക്കൻഡിനുള്ളിൽ നീങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 10 മീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് ആകുമ്പോൾ 10 എന്നെടുക്കണം, 10 10 20 എന്നുള്ളത് എടുക്കണം. ഇപ്പോൾ 20 ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരിക. ടൈം 5 സെക്കൻഡാണ്. സോ 4 മീറ്റർ പെർ സെക്കൻഡാണ് ആൻസറായിട്ട് വരിക. കണ്ടോ, ഇവിടെ ഒരു കണിക 10 മീറ്റർ ആരം ഉള്ള ഒരു അർദ്ധവൃത്തത്തിൽ 5 സെക്കൻഡിനുള്ളിൽ നീങ്ങുന്നു. കണത്തിൻ്റെ ശരാശരി പ്രവേഗം. അതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുക. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി വീണ്ടും ഒരു വസ്തുവിൻ്റെ ശരാശരി പ്രവേഗത്തിൻ്റെയും ശരാശരി വേഗതയുടെയും സംഖ്യാമൂല്യങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും യൂണിറ്റി ഓർ ലെസ്, യൂണിറ്റി ഓർ മോർ, ലെസ് ദാൻ യൂണിറ്റി. പ്രീവിയസ് ഇയർ കീമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെയിം ക്വസ്റ്റ്യൻ HSAയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. അത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആയിരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു വസ്തുവിൻ്റെ ശരാശരി പ്രവേഗത്തിൻ്റെയും ശരാശരി വേഗത്തിൻ്റെയും സംഖ്യാമൂല്യങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് യൂണിറ്റി ആവാം അല്ലെങ്കിൽ ലെസ് ആവാം. ഒന്നോ ഒന്നിനേക്കാൾ ചെറുതോ. സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റമില്ലാത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞ ആ രീതിയിൽ നമ്മൾ എൻട്രൻസിൻ്റെ ലെവലിലേക്ക് കൂടി കയറി പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അടുത്ത് നോക്കൂ, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ T സമയത്തെ സ്ഥാനാന്തരം x എന്ന് പറയുന്നത് a0 + a1t + a2t² ആണെങ്കിൽ വസ്തുവിൻ്റെ ത്വരണം എത്രയാണ്? അപ്പോൾ ഡിഫറൻസിയേഷൻ അറിയണം. അപ്പോൾ സിമ്പിൾ ഡിഫറൻസിയേഷനിലൂടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ dx/dt ചെയ്താൽ, അല്ലെ, പൊസിഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ചെയ്താൽ വെലോസിറ്റി കിട്ടും. എന്താ dx/dt? a0ൻ്റെ അവിടെ വരുമ്പോൾ 0, a1t എന്ന് പറയുമ്പോൾ നമുക്കറിയാം +a1, a2t² എന്ന് പറഞ്ഞാൽ 2a2t എന്ന് കിട്ടും.
എഗെയിൻ ഇതിനെ d²x/dt² അല്ലെങ്കിൽ dv/dt ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ്റെ കണ്ടുപിടിക്കാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 0 എഗെയിൻ 0 എഗെയിൻ 2a2 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. സിമ്പിളാണ്, പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ അടുത്ത ഗ്രാഫിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ 1-2 ചിത്രങ്ങളും എക്സ് അക്ഷത്തിൽ ചലിക്കുന്ന കണങ്ങൾ രണ്ടിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫുകൾ കാണിക്കുന്നു. അപ്പോൾ എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കണികയുടെ സ്ഥാനാന്തര സമയ ഗ്രാഫുകൾ കാണിക്കുക. 2 കണങ്ങൾ, 1-2 ചിത്രങ്ങളുണ്ട്, 2 കണങ്ങളുടെയും സ്ഥാനാന്തര സമയ ഗ്രാഫ് കാണിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇത്, രണ്ടാമത്തെ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് തിയറി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ചോദ്യം വന്നേക്കണേ. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി എടുത്തിട്ടിരിക്കുന്ന ചോദ്യം, ഈ ഗ്രാഫ് അതേപടി പഠിക്കാനുണ്ട്. ബോത്ത് ദ പാർട്ടിക്കിൾസ് ആർ ഹാവിങ് എ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. ഒരേ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ ആണോ? ബോത്ത് ദ പാർട്ടിക്കിൾസ് ആർ ഹാവിങ് എ യൂണിഫോമിൽ റിട്ടാർഡേറ്റഡ് മോഷൻ ആണോ? പാർട്ടിക്കിൾ 1 യൂണിഫോമിൽ ആക്സലറേറ്റഡ് മോഷനും പാർട്ടിക്കിൾ 2 യൂണിഫോമിൽ റിട്ടാർഡഡ് മോഷൻ ആണോ? പാർട്ടിക്കിൾ 1 ഹാവിങ് യൂണിഫോമിൽ റിട്ടാർഡഡ് മോഷൻ, മറ്റേത് യൂണിഫോമിൽ ആക്സലറേറ്റഡ് മോഷൻ. അല്ല ഇതിൽ രണ്ടിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. പോസിറ്റീവ് ആക്സലറേഷൻ്റെ ഗ്രാഫ് ഒന്നാമത്തത്, റിട്ടാർഡേഷൻ അഥവാ നെഗറ്റീവ് ആക്സലറേഷൻ്റെ ഗ്രാഫ് രണ്ടാമത്തത്. അതാണ് ആൻസർ, ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ പാർട്ടിക്കിളിന് ത്വരണം, പോസിറ്റീവ് ത്വരണവും രണ്ടാമത്തെ പാർട്ടിക്കിൾസിന് മന്ദീകരണവുമാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരിക. ഞാനത് ഇംഗ്ലീഷിൽ ഓപ്ഷൻ കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെയും ഗ്രാഫുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. സോ മനസ്സിലായല്ലോ, ഇത്രയേറെ ക്വസ്റ്റ്യൻസ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട്, മോഷൻ്റെ ഭാഗമായിട്ട് ഒരൊറ്റ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ തന്നെ. ആപ്പിൽ അതൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ പരമാവധി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് HSA ഫിസിക്കൽ സയൻസിന് നമ്മൾ അവലംബിക്കുന്നത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇതാ. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ഉഷാറായിട്ട് ആപ്പിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആഗസ്റ്റിലെ എല്ലാ HSAയ്ക്കും ഒപ്പം തന്നെ ഫിസിക്കൽ സയൻസും ആരംഭിച്ചിട്ടുണ്ട്. അതിനെ മടുപ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് എക്സാമിനും അത് സഹായകമാകും. വീണ്ടും കാണാം. ഈ രീതിയിൽ നിങ്ങളും പ്രിപ്പയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.